നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് അയിരെന്ന്? എന്താ സുഹൃത്തുക്കളെ അയിരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്നും എളുപ്പത്തിൽ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അയിരെന്ന് ചോദിച്ചാല് ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ധാതുവിനെ ഏത് ലോഹമാണോ നമ്മൾ വേർതിരിച്ചെടുത്തത് ആ ലോഹത്തിന്റെ അയിര് എന്ന് നമുക്ക് വിളിക്കാം. ലോഹവും പ്രധാനപ്പെട്ട അയിരുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ 10ാം ക്ലാസ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. പഠിക്കാതെ പോവരുത്. ഇതിൽ കിടക്കുന്ന ലോഹങ്ങളും അതിന്റെ അയിരുകളുമാണ് ഇത്രയും നാളായിട്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഹങ്ങളും അതിന്റെ അയിരുകളും മാത്രമല്ല നമ്മൾ ഇനി പഠിക്കാനുള്ളത്, അതിന്റെ രാസസൂത്രം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യം വരുന്നത്. രാസസൂത്രമായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. +2 ലെവൽ ഓൾറെഡി പണ്ട് മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യത്തെ ലോകത്തിലേക്ക് കടക്കാം. അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയിരാണ് അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം പഠിക്കുക. Al2O3 2H2O. ഈ 2H2O PSC കൊണ്ടിട്ട് കുരുക്കുന്നത് കേട്ടോ. Al2O3 2H2O ആണ് ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. പഠിക്കുക. അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത് രണ്ട് പ്രധാനപ്പെട്ട അയിരുകളുണ്ട്. ഒന്ന് ഹെമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഒന്ന് ഹെമറ്റൈറ്റും മറ്റൊന്ന് മാഗ്നറ്റൈറ്റും. എന്താണ് ഇവരുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് Fe2O3 ആണ്. രാസസൂത്ര പ്രകാരം ഹെമറ്റൈറ്റ് ആണെങ്കിൽ അത് Fe2O3യും മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4ഉമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചോളണേ. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇതിൽ ഹെമറ്റൈറ്റ് Fe2O3 ആണ്. ഓക്സിജൻ 3 ആണ്. Fe2O3 ആണ് ഹെമറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ അത് Fe3O4 ആണ്. Fe3O4 ആണ്. ഹെമറ്റൈറ്റ് ആണെങ്കിൽ 5 എന്ന് ആലോചിക്കുക. മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ 7 എന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പൊ സുഹൃത്തുക്കളെ ഡൗട്ട് വരൂല. ഹെമറ്റൈറ്റിലെ താഴെയുള്ള ഇരുമ്പിന്റെ ഓക്സിജന്റെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 5 കിട്ടണം. മാഗ്നറ്റൈറ്റിലാണെങ്കിൽ എത്രയാണ്? ഇരുമ്പിന്റെയും ഓക്സിജന്റെ എണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 7 കിട്ടണം. ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി കോഡ് രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയല്ല സുഹൃത്തുക്കൾ പഠിക്കുക. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ചോദിച്ചാൽ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് വെച്ചാൽ Fe3O4 ആണ്. പഠിക്കുക. കോപ്പർ അഥവാ നമ്മുടെ ചെമ്പിന്റെ അയിരുകളാണ് കോപ്പർ പൈററ്റിസ്. കോപ്പർ പൈററ്റിസ് ഓപ്ഷനകത്ത് പേരിൽ തന്നെ കോപ്പർ ഉള്ളതുകൊണ്ട് PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ കുപ്രൈറ്റ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് ഏതാ സുഹൃത്തുക്കളെ? കുപ്രൈറ്റ് ആണ്. മറ്റേ ചോദിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഓപ്ഷനിൽ തന്നെ പേര് തന്നെ കോപ്പർ പൈററ്റിസ് എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇതിൽ കോപ്പർ പൈററ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CuFeS2 ആണ്. CuFeS2 ആണ്. അതായത് ഇരുമ്പുമായിട്ടൊക്കെ മിക്സ് ചെയ്താണ് കിടക്കുന്ന കേട്ടോ. കോപ്പറും ഇരുമ്പും സൾഫറും കൂടെ ചേർന്ന രൂപമാണ് കോപ്പർ പൈററ്റിസ് എന്ന് പറയുന്നത്. CuFeS2 ആണ്. എന്നാൽ കുപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് Cu2O ആണ്. അഥവാ കുപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Cu2O ആണ്. Cu2O ആണ്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PSC എപ്പോഴും എന്താണ് കുപ്രൈറ്റ് തന്നെ കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരായിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതും ഒരു കാരണമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കോപ്പർ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിര് എന്ന് ചോദിച്ചാൽ അത് കോപ്പർ പൈററ്റിസും അതുപോലെ കുപ്രൈറ്റുമാണ്. കോപ്പർ പൈററ്റിസ് ഒരു കാരണവശാലും PSC ചോദിക്കില്ല. ചോദിക്കുന്നെങ്കിൽ രാസസൂത്രം മാത്രമേ ചോദിക്കുള്ളൂ. കോപ്പർ പൈററ്റിസിന്റെ രാസസൂത്രം എന്താണ്? CuFeS2 ആണ്. അതായത് കോപ്പറും ഇരുമ്പും അതിനോടൊപ്പം തന്നെ സൾഫറും ചേർന്ന ഒരു രൂപാന്തരമായിട്ടാണ് കോപ്പർ പൈററ്റിസ് കാണപ്പെടുന്നത്. ഇനി കുപ്രൈറ്റ് ആണ് കോപ്പറിന്റെ അല്ലെങ്കിൽ ചെമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയിര്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സിങ്ക്. ഏതാണ്? സിങ്ക്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും അതുപോലെ തന്നെ കലാമിനും. സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. സിങ്ക് ബ്ലെൻഡിനകത്ത് തന്നെ സിങ്ക് ഉള്ളതുകൊണ്ട് PSC അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ കലാമിൻ പക്ക PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ലോഹം ഏതെന്ന് ചോദിച്ചാൽ സിങ്ക്. സിങ്കിന്റെ അയിര് ഏതാണ്?
സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ രാസസൂത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ZnS ആണ്, അല്ലെങ്കിൽ സിങ്കും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. സിങ്കും സൾഫറും കൂടെ ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? സിങ്ക് ബ്ലെൻഡ് കാണപ്പെടുന്നത്. ഇനി കലാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ZnCO3 അഥവാ സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ZnCO3 ആണ് ആരെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത്രയും ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട അയിരുകളും അതിന്റെ രാസസൂത്രവും പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഒരു ലോകവും അതിന്റെ അയിരും പഠിക്കാവൂ. ഇത്രയും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി PSC കുറച്ച് ലൈനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈനുകളിലെ ലീനവും ലായകവും നമ്മൾ വേർതിരിച്ച് പഠിക്കണം. ഉപ്പ് വെള്ളത്തിൽ ആരായിരിക്കും സുഹൃത്തുക്കളെ ലീനം? ഉപ്പ് തന്നെ ആയിരിക്കും അല്ലെ ലീനം. കാരണം ഉപ്പാണ് ജലത്തിൽ കലക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ലീനവും ലായകം ആരുമായിരിക്കും? ജലവുമായിരിക്കും. സോഡാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അതീവ മർദ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ജലത്തിലേക്ക് നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ അടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് സോഡാ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആരിലാണ് ലയിച്ചത്? ജലത്തിലാണ് ലയിച്ചത്. അതുകൊണ്ട് തന്നെ ജലമായിരിക്കും അവിടെ ലായകം. ലീനം എന്നറിയപ്പെടുന്നത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജലത്തിൽ അലിഞ്ഞു ചേർന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരിക്കും ലീനം. ആരിലാ ലയിച്ചു ചേർന്നത്? ജലത്തിലാണ്. അതുകൊണ്ട് ലായകം ജലമായിരിക്കും. തുരിശ് ലായനിയിൽ തുരിശായിരിക്കും, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയും കേട്ടോ. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശായിരിക്കും അവിടെ ലീനം. അത് ആരിലാ ലയിച്ചത്? ജലത്തിലാ ലയിച്ചത്. അതുകൊണ്ട് ജലമായിരിക്കും ലായകം. മറക്കല്ലേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും നമ്മുടെ PSC എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് LDCയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിക്കുക. തിരഞ്ഞെടുപ്പിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എന്താ സുഹൃത്തുക്കളെ? ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അതായത് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അടുത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. രണ്ടാമത്തതാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കല്. 21 വയസ്സ് പൂർത്തിയാക്കിയ ആർക്ക് വേണമെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാവുന്നതാണ്. അതായത് സ്വതന്ത്രനായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? അതാണ്. അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുള്ള ആർക്കോ അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ ആർക്ക് വേണമെങ്കിലും എന്താണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ കഴിയും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് മൂന്നാം ഘട്ടം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ ഒരുപാട് നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ കാണും. ഈ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നാമനിർദ്ദേശ പത്രികയിലൂടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥര് ആ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കല്, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നാലാമതായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. അപ്പൊ ഈ നാമനിർദ്ദേശ പത്രിക എപ്പോഴാണ് പിൻവലിക്കുന്നത് ചോദിച്ചാല് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ കഴിയുള്ളൂ. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു, അതോടുകൂടി പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ആറാമതായിട്ടാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നെന്ന് കരുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് അറിയേണ്ടത്? എന്നു മുതൽ എന്നു വരെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് അറിയുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാനവും അത് പുറപ്പെടുവിക്കലുമാണ് ഒന്നാമത് നടക്കുന്നത്. രണ്ടാമത് നമ്മൾ മത്സരത്തിന് പങ്കെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിക്കണം. അതിനകത്ത് നമ്മളെ ഭൂരിഭാഗം ഡീറ്റെയിൽസും കാണും കേട്ടോ. അതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ റിജക്ട് ചെയ്യും കേട്ടോ. ഉദ്യോഗസ്ഥർ അത് റിജക്ട് ചെയ്യും. അല്ലാത്തവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതോടുകൂടി പിന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ്. ഇത് സുഹൃത്തുക്കള് വ്യക്തമായിട്ട് പഠിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
രോഗങ്ങളും അവ പകരുന്നത് രീതിയുമാണ്. ആദ്യം നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പ്രധാനമായി പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ. ഇതിലെ ജലദോഷം, ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. ഇതിൽ PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും. അതുകൊണ്ട് ഈ മൂന്നെങ്കിലും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. വെള്ളം അല്ലെങ്കിൽ മലിനമായ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഇതിൽ എലിപ്പനിയും കോളറയും മഞ്ഞപ്പിത്തവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതിൽ തന്നെ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രോഗമാണ് എലിപ്പനി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗം ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവയാണ്. ഇതിൽ ജലത്തിലൂടെ പകരുന്ന രോഗമേന്ന് ഏറ്റവും കൂടുതൽ PSC ഉത്തരമായി പറഞ്ഞിരിക്കുന്നത് എലിപ്പനിയാണ്. അതുകൊണ്ട് അത് പഠിക്കുക. ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞിട്ട് PSC ആൻസർ കൊടുത്തത് കോളറയ്ക്കാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചോളുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ അത് കോളറയാണ്. അതുപോലെ തന്നെ വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് അല്ലെങ്കിൽ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. കൊതുക് മൂലം മറ്റൊരാളിലേക്ക് എത്തുന്ന രോഗങ്ങളെയൊക്കെ എന്ന് ചോദിച്ചാല് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിൽ ഡെങ്കിപ്പനി പ്രീവിയസ് ആയി ചോദിച്ചതാണ്, മന്ത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തുക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് PSC ഏറ്റവും കൂടുതൽ ഉത്തര സൂചികയിൽ ആൻസർ കൊടുത്തത് ഡെങ്കിപ്പനിക്കും മന്തിനുമാണ്. അതുപോലെ ചിക്കൻ ഗുനിയയും ഈ ഇടക്കാലങ്ങളിൽ PSCയുടെ ആൻസർ ഷീറ്റിൽ ഉത്തരമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗവും വ്യക്തമായിട്ട് പഠിക്കുക. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാകുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ചെങ്കണ്ണും കുഷ്ഠവും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയാണ്. ഇതിൽ ജലദോഷവും ചിക്കൻ പോക്സും ക്ഷയവും PSCയുടെ സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ട് പഠിക്കുക. വായുവിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജലദോഷം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ക്ഷയം, ഇതിൽ മൂന്നിലെങ്കിലും ഒരെണ്ണം PSC ഉത്തര സൂചികകൾ നൽകിയിട്ടുണ്ട്. പഠിക്കുക. വെള്ളം അല്ലെങ്കിൽ ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ. ഇതിൽ ജലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ്. പഠിക്കുക. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കോളറയ്ക്കാണ്. ഈച്ച മുഖേന ഉണ്ടാകുന്ന രോഗമാണ് കോളറയും വയറിളക്കവും. കൊതുക് മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നുള്ളത്. ഇതിൽ PSC ഏറ്റവും കൂടുതൽ ഉത്തരസൂചിയായി കൊടുത്തിരിക്കുന്നത് മന്തും ഡെങ്കിപ്പനിയുമാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയയും ഉത്തരസൂചികയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് മുഖേനയുള്ള രോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഉരുൾപൊട്ടൽ. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഉരുൾപൊട്ടൽ. പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കഠിനമായ മഴയുള്ള സമയത്ത് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലത്തിന്റെ അമിതമർദ്ദം മൂലം അല്ലെങ്കിൽ ജലം അമിതമായിട്ട് ഭൂമിയിൽ സംഭരിക്കപ്പെടുന്നു. ഇങ്ങനെ അമിതമായിട്ട് ജലം ഭൂമിയിൽ സംഭരിക്കപ്പെട്ടാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഭരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മർദ്ദം എന്ത് ചെയ്യും? കൂടും. സംഭരിക്കപ്പെട്ട ഭൂഗർഭ ജലത്തിന്റെ മർദ്ദം വർദ്ധിക്കുകയും ഇത് ഭൂസ്ഥിരത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആരുടെയാണ്? ജലത്തിന്റെ. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഉയർന്ന പ്രദേശങ്ങളിലുള്ള മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു വസ്തുക്കളും വൻതോതിൽ എന്ത് ചെയ്യും? ജലത്തിനോടൊപ്പം പൊട്ടി താഴേക്ക് വീഴുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ്
ഉരുൾപൊട്ടൽ എന്ന് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ പഠിക്കണം. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണമാണ്. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി, അത് സ്റ്റാർ ചെയ്തങ്ങ് പഠിച്ചോളേ. വൻതോതിലുള്ള മണ്ണിളക്കിയുള്ള കൃഷി രീതി എന്തൊരു പ്രശ്നമാണ്? ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കുന്നിടിക്കൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. വനനശീകരണം എന്തിനാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നു? പഠിച്ചോളേ. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങൾ ചോദിച്ചാല് ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതാണ് കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാർഷിക വിളകളും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവും. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. പഠിച്ചോളെ. ഇവയിലുള്ള എല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ച കാർഷിക വിളകളാണ് ജന്മദേശം. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ്. റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് PSC ചോദിക്കും. അതുകൊണ്ട് പഠിക്കുക. അടുത്തതാണ് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെ പറ്റിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബഹിരാകാശ ഏജൻസിയും PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് LGS ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാതെ പോകരുത്. ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ. ആദ്യത്തേതാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടേതാണ് നമ്മൾ ഇസ്രോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ISRO എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസിയാണ് ഇന്ത്യക്കുള്ളത്. USA നമുക്ക് എല്ലാവർക്കും അറിയാം, നാസയാണ്. USA നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാസയാണ്. യൂറോപ്പിന്റേതാണ് ESA. യൂറോപ്പിന്റേതാണ് ESA. ജപ്പാന്റേതാണ് ജാക്സ. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജപ്പാന്റേതാണ് ജാക്സ. റഷ്യയുടേതാണ് RSA. റഷ്യയുടേതാണ് RSA. ചൈനയുടേതാണ് CNSA. ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക സുഹൃത്തുക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടേതാണ് ISRO. USA നാസ. യൂറോപ്പിന്റേതാണ് ഈസ അല്ലെങ്കിൽ ESA. ജപ്പാന്റേതാണ് ജാക്സ അല്ലെങ്കിൽ JAXA ജാക്സ. റഷ്യയുടേതാണ് RSA. അതുപോലെ ചൈനയുടേതാണ് CNSA എന്നുള്ളത് പഠിക്കുക. പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. ക്ഷേമസഭ ആരംഭിച്ചത് VT പട്ടതിരിപ്പാട്, മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ടാള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ, രണ്ട് ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു, ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ.
വാക്പടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാക്പടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോകരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്തതാണ് മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം. ഏത് മൂലകമാ സുഹൃത്തുക്കളെ മീനമാതാ രോഗത്തിന് കാരണമാകുന്നത്? മെർക്കുറിയാണ്. ആരാണ്? മെർക്കുറിയാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് പഠിക്കാം. ഫ്ലൂറോസിസ്. എന്താ സുഹൃത്തുക്കളെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലൂറിന്റെ ആധിക്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. എന്താണ് അവന്റെ പേര്? ഫ്ലൂറോസിസ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ആരാണ് സുഹൃത്തുക്കളെ? ഫ്ലൂറിൻ തന്നെയാണ്. ആ അസുഖത്തിൽ തന്നെ ആര് കിടപ്പുണ്ട്? കാരണക്കാരനായ മൂലകം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ സമയം നമ്മൾ പഠിച്ച് സമയം കളയണ്ട. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ഫ്ലൂറിൻ ആണ്. കിട്ടിയേ? സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിൽ സിലിക്കന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിലെ സിലിക്കൺ മൂലകത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വർധനവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗത്തിന്റെ കാരണം സിലിക്കൺ ആണ് എന്ന് ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കോസിസ് എന്ന ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കൺ ആണ് സിലിക്കോസിസ് ഉണ്ടാകുന്നതിന് കാരണമെന്ന് അത് പഠിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച രോഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രോഗമാണ്, മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് മീനമാതാ രോഗം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ. സുഹൃത്തുക്കളെ, കുഞ്ഞുനാളുകളിലൊക്കെ നമ്മുടെ മാതാക്കളല്ലേ നമുക്ക് കുറി തൊട്ട് തരുന്നത്? കുഞ്ഞുനാളുകളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാക്കളാണ് നമുക്ക് കുറി തൊട്ട് തരുന്നത് അല്ലെ? കുട്ടിയായിരുന്ന മീനയ്ക്ക് മീനയുടെ മാതാവാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ് എന്നങ്ങ് പഠിക്കുക. മീനയുടെ മാതാവാണ് മീനയ്ക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ്. അടുത്തതാണ് പ്ലംബിസം. ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് പ്ലംബിസം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പ്ലംബിസം. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താ സുഹൃത്തുക്കളെ? ലെഡിന്റെ ലാറ്റിൻ നാമം അത് പ്ലംബം എന്നാണ്. എന്താണ്? പ്ലംബം എന്നാണ് ലെഡിന്റെ
ലാറ്റിൻ നാമം. അപ്പോൾ പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. വേറൊന്നുമില്ല, ഏഷ്യന്റ് കാലഘട്ടത്തിൽ പണ്ട് കാലഘട്ടത്തില് നമ്മൾ PVC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ടർ സിസ്റ്റങ്ങളുടെ പൈപ്പുകൾ എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ലെഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തു ആണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പൈപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലംബം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലെഡ് എന്ന് പറയുന്ന മൂലകത്തിന്റെ നാമമായിട്ട് നമ്മൾ ചേർക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പഠിക്കുക, പ്ലംബിസം എന്നുള്ള രോഗത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അത് ലെഡ് ആണ്. ഈ ലെഡിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? പ്ലംബം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇത്തായി കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഇത്തായി. ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിൽസൺസ് രോഗം. എന്താണ് വിൽസൺസ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പിന്റെ ആധിക്യം മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം. ചെമ്പിന്റെ ആധിക്യം അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ചെമ്പിനെയാണെന്ന് പഠിക്കുക. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. മറക്കരുത്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാ സുഹൃത്തുക്കളെ? അത് ചെമ്പാണ്. പഠിക്കുക. അടുത്തതാണ് ഹൈപ്പോകലാമിയ. എന്താ പേര്? ഹൈപ്പോകലാമിയ. എന്താണ് ഹൈപ്പോകലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ. അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോകലാമിയ. എന്താ അവന്റെ പേര്? ഹൈപ്പോകലാമിയ എന്നാണ്. മറക്കരുത്. പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈപ്പോകലാമിയയിൽ ഒരു കലമുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹൈപ്പോകലാമിയ എന്ന് പറയുന്നതിൽ ഒരു കലമുണ്ടല്ലോ. കലമാണെങ്കിൽ എന്ത്? ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. കലമാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഹൈപ്പോകലാമിയ എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കലമാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. കലമാണെങ്കിൽ പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. പഠിച്ചു വെക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഇതിൽ പറയുന്നതെല്ലാം. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ കൃഷി. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ? മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച കൃഷി. ഒന്നുകൂടി പറയുവാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യ കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷി. ഒരു മാപ്പ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി. എന്തൊക്കെ ചിഹ്നങ്ങളാണ് ആ ഭൂപടത്തിൽ ഉള്ളതെന്ന് അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും? വിശദീകരിച്ച് കൊടുത്തിരിക്കും. വലത് സൈഡിലായിട്ട് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വലത് സൈഡിലായിട്ടോ എന്ത് ചെയ്തിരിക്കും? ചിത്രീകരിച്ചിരിക്കും. എന്തൊക്കെ ചിഹ്നങ്ങളാണ്, എന്തൊക്കെ ചിഹ്നങ്ങൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അപ്പോ ഒരു ഭൂപടത്തിലെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ നിറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കാൻ കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഭൂപടത്തിലെ ഭൂസവിശേഷതകളെയും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ഭൂപടത്തിലെ ഭൂസവിശേഷതകളും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. അക്ഷാംശ രേഖാംശ രേഖകള്. ആദ്യം എന്താ പറഞ്ഞത്? അക്ഷാംശ രേഖാംശ രേഖകള്. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം കറുപ്പ് നിറമാണ്.
ഭാഗമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. ഈ ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അക്ഷാംശ രേഖാംശ രേഖ, വരണ്ട ജലാശയങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ കറുപ്പ് നിറം ഉപയോഗിച്ച് രേഖപ്പെടുത്തും. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ. ഇതിൽ നീരുറവ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ നീല നിറം ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണർ തിരിച്ചറിയുന്നതിന് നീല നിറം ഉപയോഗിക്കും. നൈസർഗിക സസ്യജാലങ്ങൾ, വൃക്ഷങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ എന്നിവ തിരിച്ചറിയുന്നതിന് പച്ച നിറം ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറയാമേ. നൈസർഗിക സസ്യജാലങ്ങള്, വനങ്ങള്, പുൽമേടുകള്, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങളും തിരിച്ചറിയാനായി പച്ച നിറം ഉപയോഗിക്കുന്നു. അതിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ അങ്ങ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. വേറെ കേസുണ്ട് കേട്ടോ അതിനകത്ത്. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. ഇതാ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ പച്ച നിറത്തിലായിരിക്കും തിരിച്ചറിയുന്നത്. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ തിരിച്ചറിയാൻ പച്ച നിറം ഉപയോഗിക്കുന്നുവെങ്കിൽ കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാനായിട്ട് മഞ്ഞ നിറവും ഫലവൃക്ഷത്തോട്ടങ്ങൾ തിരിച്ചറിയാനായിട്ട് പച്ച നിറവുമാണ് ഉപയോഗിക്കുന്നത്. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള നിറം. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്താണ്? വെള്ള നിറം. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണേ. ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഗ്രിഡ് ലൈനുകൾ സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഗ്രിഡ് ലൈനുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊന്ന് വായിച്ചു വെച്ചിരിക്കുക. അടുത്തതായി ഊർജത്തിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവിധ രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപം അതിൽ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശോർജം എന്തായിരുന്നാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ താപോർജവും ഉണ്ടാകും. പ്രകാശോർജത്തിനൊപ്പം എന്തുണ്ടാകും സുഹൃത്തുക്കളെ? താപോർജവും ഉണ്ടാകും. അത് പുതിയ ടൈപ്പ് LED ലൈറ്റ് ആയിരുന്നാലും ശരി, പണ്ടത്തെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് ആയിരുന്നാലും ശരി, പ്രകാശം ഉണ്ടാകുന്നുണ്ടോ, അതിലും വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിനകത്ത് താപവും ഉണ്ടായിരിക്കും. യാതൊരു വ്യത്യാസവും ഇല്ല അതിന്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആരെ മാത്രമെന്നേ ഉള്ളൂ? പ്രകാശോർജത്തെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും അവിടെ ഉണ്ടാകുന്നുവെങ്കിലും പ്രകാശോർജമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകാറുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രകാശോർജമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അവിടെ താപോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് ബൾബിന്റെ അതേ പ്രവർത്തനം തന്നെയാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ? പ്രകാശോർജമാണ്. നമ്മുടെ ടോർച്ച് പ്രകാശിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വൈദ്യുത ബൾബ് പ്രകാശിച്ചാലും താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരെ മാത്രമാണ്? പ്രകാശോർജത്തെ മാത്രമാണ്. പടക്കം പൊട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേട്ടോ. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്, ശബ്ദോർജവും താപോർജവും. ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ശബ്ദോർജവും താപോർജവുമാണ് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനമായിട്ടും
ശബ്ദോർജ്ജമാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ ശബ്ദം കേൾക്കാനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബ്ദോർജ്ജമാണ് നമ്മള് പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ടോർച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തില് അവിടെ ഉണ്ടാകുന്ന ഊർജ്ജങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രകാശോർജ്ജവും താപോർജ്ജവുമാണ്. അതിൽ പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്ത് പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നെങ്കിലും അവിടെയും പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തിക്കുന്ന സമയത്തും പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു, എങ്കിലും നമ്മൾ താപോർജ്ജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്തും പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നുവെങ്കിലും അവിടെയും നമ്മൾ പ്രകാശോർജ്ജമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്ന സമയത്ത് ശബ്ദോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു, എന്നാൽ അവിടെ ശബ്ദോർജ്ജമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതെന്നും സുഹൃത്തുക്കളെ പഠിക്കുക. മറ്റൊരു പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ കുറെ സന്ദർഭങ്ങൾ നേരത്തെ തന്നതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഊർജങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ സന്ദർഭം ഇപ്പോഴത്തെ സന്ദർഭം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ സന്ദർഭം അല്ലെങ്കിൽ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ ഊർജ്ജ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം എന്നാണ് പഠിച്ചത്. എന്നാൽ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സന്ദർഭം തന്നിരിക്കും, അവിടെ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താപോർജ്ജം ഉണ്ടാകും. പൂത്തിരി വെറുതെ സൈലന്റ് ആയിട്ടാണോ സുഹൃത്തുക്കളെ കത്തുന്നത്? കരിപിരി സൗണ്ട് കേൾക്കുമല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂത്തിരി നമ്മൾ എന്തിനാ കത്തിക്കുന്ന? പ്രധാനമായിട്ടും പ്രകാശോർജ്ജത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കത്തുന്ന പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുകൊണ്ട് പൂത്തിരിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. പഠിക്കുക. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് താപം അനുഭവപ്പെടും. അപ്പോൾ അവിടെ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ എഞ്ചിന്റെ അടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവിടെ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈലന്റ് ആണോ സുഹൃത്തുക്കളെ? ഇലക്ട്രിക്കൽ വണ്ടി പോലെ അല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ശബ്ദോർജ്ജം രൂപപ്പെടുന്നുണ്ട്. ശബ്ദോർജ്ജം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഊർജ്ജമാണ്. മറക്കരുത്, യാന്ത്രികോർജ്ജം അവിടെ ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഊർജ്ജം ഏതാണ്? യാന്ത്രികോർജ്ജമാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് താപോർജ്ജമാണ്. അതിനുശേഷമാണ് ശബ്ദോർജ്ജം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. മിക്സിയുടെ പ്രവർത്തനം. മിക്സി പ്രവർത്തിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ ആ മോട്ടറിൽ നല്ല രീതിക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ മിക്സി സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ ഏതൊരു മിക്സി പ്രവർത്തിച്ചാലും ശബ്ദമുണ്ടാവും, അല്ലെങ്കിൽ മോട്ടർ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? ശബ്ദമുണ്ടാവും. അപ്പോ ശബ്ദോർജ്ജവും മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നതാണ് യാന്ത്രികോർജ്ജം. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ യാന്ത്രികോർജ്ജം. അതുകൊണ്ട് യാന്ത്രികോർജ്ജത്തിന് അല്പം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതും എന്താണ്? അതിലെ യാന്ത്രികോർജ്ജമാണ്. പഠിക്കുക. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രവർത്തന തത്വമാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും. ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു, അപ്പോൾ താപോർജ്ജം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അവിടെ ശബ്ദോർജ്ജം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ പുറത്ത് വരുന്ന ആ യാന്ത്രികോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവിടെ യാന്ത്രികോർജ്ജവും ഉണ്ടാകാറുണ്ട്. ഇത് മൂന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സന്ദർഭങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവയെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ A.
മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ കാണപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തില് പ്രകൃതിയാൽ തന്നെ കാണപ്പെടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരളില് സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. ഇതെല്ലാം ഒറ്റ സാധനമാണ്. നിശാന്തത അല്ലെങ്കിൽ അവനെ നമുക്ക് മാലക്കണ്ണെന്ന് വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം ഏതാണ്? സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം. ഇതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തതയും ജീവകം A2 കുറവ് മൂലം സീറോഫ്താൽമിയയും ഉണ്ടാകുന്നു. ഇപ്പൊ PSC അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ജീവകം A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, ജീവകം A2 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, കണ്ണിന്റെ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. പഠിച്ചോളനെ, ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാ? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പഠിച്ചോളനെ, ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് കരോട്ടിനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ്. മനുഷ്യരീരത്തിലെ പ്രകൃതിയെ കാണുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും അതുപോലെ തന്നെയാണ് സീറോഫ്താൽമിയയും. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. നിശാന്തത മറ്റു പേരുകൾ എന്താണ്? മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ്. ജീവകം A2 കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്നുള്ള രോഗം ഉണ്ടാകുന്നത്. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈർപ്പം രഹിതമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. ഇനി ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചാൽ അതും കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ അത് ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അതും വൈറ്റമിൻ ബി ആണ്. പഠിച്ചോളനെ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇവയുടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. പഠിച്ചോളനെ, ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിൻ ബിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി. വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. പഠിച്ചോളനെ. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിച്ചോളനെ. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് സി ആണ്. മറക്കല്ലേ. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളാണ് പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. പുളിരുചിയുള്ള പഴങ്ങള്, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവിയാണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇതിൽ നെല്ലിക്ക പഠിച്ചു വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡി. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് കേട്ടോ. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ അവന് ഇംഗ്ലീഷ് നമ്മൾ എന്ന് പറയുന്നു റിക്കറ്റ്സ് എന്ന് പറയും കേട്ടോ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അവൻ എന്താ പറയുന്നത്? റിക്കറ്റ്സ് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് ഡി ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ത്വക്കിനടിയിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ ആരറിയപ്പെടുന്നത്? ജീവകം ഡി അറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? റിക്കറ്റ്സ് എന്ന് പറയുന്നു. അടുത്തതാണ് ജീവകം ഇ. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ ആണ്. പഠിച്ചോളനെ. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. പഠിച്ചോളനെ. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ് കേട്ടോ. പ്രധാനമായിട്ടും ജീവകം ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നുമാണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം ഇയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ്. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ എന്നാണ്. പഠിച്ചോളനെ, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൻ എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. പഠിച്ചോളനെ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ജീവകം കെയുടെ അപര്യാപ്തത രോഗം അറിയപ്പെടുന്ന പേരാണ് ഹീമോഫീലിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, എന്താണ്? റോയൽ ഡിസീസ് എന്നല്ലേ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 17 ആണ്. ജീവകം കെ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ ഡിസീസ് എന്ന്. ഹീമോഫീലിയ ദിനമെന്ന് ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇതിനകത്ത് ഹ്രസ്വ വരുന്നുണ്ടേ, ശ്രദ്ധിച്ചോളണേ. വെറും ഹ്രസ്വയാണേ. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് KAU അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, മിഥില. പഠിച്ചുകൊള്ളണം, ഇമ്പോർട്ടന്റ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. ഈ മിഥില എന്ന് പറയുന്നത് 2019 നമ്മൾ വികസിപ്പിച്ച അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൊണ്ട് അതുകൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ മിഥില എന്ന് പറയുന്നത്. മിഥില ഒന്ന് നോക്കി വെച്ചോളണം, കാരണം ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരിയുടെ വിത്തിനമാണ്. പയറാണെന്നുണ്ടെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ പറഞ്ഞിരിക്കുന്നതാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമാണ്. പയറിന്റെ പ്രധാനം ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇനി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതാണ് ദീപിക, വെള്ളായണി, ജ്യോതിക. ഈ വെള്ളായണി, ജ്യോതിക അങ്ങ് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. KAUവിൻ്റെതാണ് ദീപികയും അതുപോലെ തന്നെ വെള്ളായണി, ജ്യോതികയും. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ളതാണ് വെള്ളായണി അതിലയും, വെള്ളായണി തേജസ്സും, കീർത്തിയും. ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്ന് പഠിച്ചോളണം. വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവ പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചാല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിനുശേഷം നമ്മൾ ഏതാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി. അതിനോടൊപ്പം പഠിക്കാനുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. മിഥിലയുടെ പ്രത്യേകത എന്താ? ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. പയറിനകത്ത് വരുമ്പോൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവയാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ദീപിക, വെള്ളായണി, ജ്യോതിക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പച്ചമുളക്. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി,
അനുഗ്രഹ എന്നിവ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഏതാണ്? വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവയാണ്. ഇത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പൊ അങ്ങോട്ട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൂടെ ഒന്ന് പഠിക്കുക. വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോളണേ. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ. പഠിച്ചോളണേ. മഞ്ചിമ 2013 ഡെവലപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് പഠിച്ചോളുക. വെണ്ടയുടെ പ്രധാന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം പഠിക്കാനുള്ളതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവ. വഴുതനേതാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അത് മാത്രം നോക്കി വെച്ചാൽ മതി. വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടേതാണ് മുക്ത, അനഘ, അക്ഷയ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മുക്ത, അനഘ, അക്ഷയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കുവാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി വിജയ് അങ്ങ് പഠിച്ചു വെച്ചോളേ, അത് ഇപ്പൊ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് അത് പഠിക്കണം. മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ് എന്നിവയൊക്കെ നമ്മുടെ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പ്രീതി, പ്രിയങ്ക, ഹരിത. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇപ്പോഴും അതുപോലെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. പാവലിന്റെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ളത് ഏതൊക്കെയാണ്? പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വെണ്ടയിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളവയാണ്. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അവ ഏതൊക്കെയാണ്? സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവയാണ്. ഈ വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി, വിജയ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതൊരു തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. ഇതിൽ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലും പാവലിന്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചത് പ്രിയങ്കയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ ബാങ്കോയുടെ എക്സാമിനും ചോദിച്ചിരുന്നു. അടുത്തതാണ് നമ്മുടെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ മേഖല. ഈ ഭാഗത്ത് നിന്നും തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ. ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്നത് തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ്. ഇത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ്, ലക്ഷദ്വീപ് ഓർഡിനറിനെയും അതുപോലെ ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങിനം. ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുകൊണ്ട് PSC അതുപോലെ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കഴിഞ്ഞ എക്സാമുകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഇത് മൂന്നൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ്, ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാബോധം. അപ്പോ ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ഗംഗാബോധത്തിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇത് മാത്രം പോരാ, ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തെങ്ങിനം കൂടി പഠിക്കാനുണ്ട്. അതാണ് ആനന്ദഗംഗ, കേരഗംഗ, കേര സൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. ഇതിൽ കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മളുണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ആനന്ദഗംഗ, കേരഗംഗ, കേരസൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയൊരു തെങ്ങിനമാണ്.
അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കശുവണ്ടി. കശുവണ്ടിയിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ആനക്കയം 1, മാടക്കത്തറ 1, 2. ആനക്കയവും മാടക്കത്തറയും നമ്മുടെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണെന്ന് അറിയാലോ. ഇവ രണ്ടിടത്തു നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കശുവണ്ടി വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ കശുവണ്ടിയുടെ ഹൈബ്രിഡ് വിഭാഗങ്ങളാണ് ആനക്കയം 1 അതുപോലെ മാടക്കത്തറ 1, 2. അതിനോടൊപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് കനക, മൃദുല, അനഘ, പൂർണിമ. പഠിച്ചോളനെ, കശുവണ്ടി ഇനങ്ങളാണ് ഇവരെല്ലാരും. ഏതൊക്കെയാ? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ശ്രീയും അതുപോലെ തന്നെ KAU അല്ല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ നിഖാര എന്ന് പറയുന്നത്. എന്താണ് നിഖാര എന്ന് പറയുന്നത്? ഇത് 2019 രൂപീകരിച്ച ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അതുകൊണ്ട് KAU നിഖാര ചോദിക്കും, ഉറപ്പാണ്. എന്താണ്? ഇതൊരു കശുവണ്ടി വിഭാഗമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തെങ്ങിലെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റി 3 ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിച്ചു വെക്കണം. ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോന്തവും തമ്മിൽ ചേർത്തപ്പോഴാണ് നമുക്ക് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങ് ലഭിച്ചത്. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ലഭിച്ചത്? ചന്ദ്രലക്ഷ്യന് നമുക്ക് ലഭിച്ചത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെ അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ള മറ്റു തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? ആനന്ദഗംഗ, കേരഗംഗ, കേര സൗഭാഗ്യ, കേര സാഗര, കേര മധുര, കേര സുലഭ. കേര സുലഭ എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇനി കശുവണ്ടിയുടെ കേസിൽ വരുമ്പോൾ ആനക്കയം 1, മാടക്കത്തറ 1, 2. നമുക്കറിയാം ആനക്കയവും മാടക്കത്തറയും കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ആനക്കയം 1, മാടക്കത്തറ 1, 2. ഇനി മറ്റ് കശുവണ്ടി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് ശ്രീയും അതുപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നിഖാര എന്ന് പറയുന്നത് 2019 നിർമ്മിച്ച കശുവണ്ടി വിഭാഗമാണ്. കുരുമുളകിൻ്റെതാണ് പന്നിയൂർ 1 വിജയും. മറക്കല്ലേ, പന്നിയൂർ 1 വിജയും ഏതാണ്? കുരുമുളക് വിഭാഗമാണ്. ഇഞ്ചിക്കുള്ളതാണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര. ചിത്ര എന്ന് പറയുന്നത് 2019 ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൂടെ പഠിച്ചോളേ. ഇഞ്ചിയുടെ പ്രധാന ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവയാണ്. ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കൂണിലെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഭീമ. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. കൂണിലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാണ് ഏത്? ഭീമ എന്ന് പറയുന്നത്. കിഴങ്ങ് വർഗത്തിൽ വരുന്നതാണ് നിധി, കൽപ്പക, ഉത്തമ. പഠിച്ചോളനെ, കിഴങ്ങ് വർഗത്തിൽ ഏതൊക്കെയാ വരുന്നത്? നിധി, കൽപ്പക, ഉത്തമ എന്നിവ കിഴങ്ങ് വർഗമാണ്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പന്നിയൂർ 1, വിജയ് എന്നിവ കുരുമുളകാണ്. ഇഞ്ചിയിലെ പ്രധാനപ്പെട്ട വെറൈറ്റീസ് ആണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവ. ഇവയെല്ലാം ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. കൂൺ വിഭാഗത്തിൽ വരുമ്പോഴാണ് ഭീമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗം എന്ന് ചോദിച്ചാൽ അത് കൽപ്പക, ഉത്തമ എന്നിവയാണ്. ഇത്രയും ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.